Good morning, all. ഇന്നലെ എടുത്തത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഏതാണ് ഐഡിയ? എന്താണ് ഒന്നുകൂടെ പറയേണ്ടത്? ഏതാണ്? ഏത് സെക്ഷനാണ്? ഫസ്റ്റ് സ്റ്റാർട്ടിങ്. മിസ് ഇന്നലെ പറഞ്ഞില്ലേ? ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൺസൾട്ടന്റിന്റെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ എന്താണ് നമ്മ ഒ പിയിൽ ചെയ്യുക, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ആംബുലേറ്ററി ഏരിയയിൽ ചെന്ന് ആ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ വിലയിരുത്തൽ, ആ ഡോക്ടർ നമ്മളെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ആ ഒരു IPDയില് ആ ഒരു പേഷ്യൻസിനുള്ള സർവീസുകൾ എന്താണ്? പേഷ്യൻസിനെ എത്ര സമയത്തേക്കാണ് അഡ്മിറ്റ് ആക്കുന്നത്? 24 hours കൂടുതൽ അല്ലെ? ഇപ്പൊ മിസ് പറഞ്ഞത് നമ്മൾ ഒരു 8 മണിക്കൂറാണ് അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറാണ് നമ്മൾ അഡ്മിറ്റ് ആക്കുന്നതെങ്കിൽ, നമ്മൾ അവിടെ കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഒബ്സർവേഷന് വേണ്ടി കിടത്തിയിരിക്കുന്നതാണെന്നാണ് പറയാറ്. അപ്പൊ ആ ഒരു പേഷ്യന്റിനെ 24 മണിക്കൂറിൽ കൂടുതലാണ് അഡ്മിറ്റ് ആക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് IPDയില് നമുക്ക് എന്താണ്? ബെഡ്സിന്റെ അവൈലബിലിറ്റി, നമുക്ക് കിടക്കാനായിട്ട് ബെഡ്സുകൾ കട്ടിൽ ലഭിക്കുന്നുണ്ട് അല്ലെ? കൂടാതെ എക്യുപ്മെന്റുകളുടെ സേവനം ലഭിക്കുന്നുണ്ട്. കൂടാതെ 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും സേവനം ലഭിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മെ താമസിക്കാൻ അനുവദിക്കുന്ന കാലയളവ് അല്ലെ, ആ ഒരു സ്റ്റേ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ നമ്മുടെ അസുഖത്തിന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ ആണോ? അതാണ് ഫസ്റ്റ് സെക്ഷൻ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒന്നുകൂടി കണ്ടു നോക്കാം കേട്ടോ. ആദ്യ കുറച്ചും കൂടി ഇതായിട്ട് മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? വേറെ ഡൗട്ട് ഉണ്ടോ വേറെ ആർക്കും? ആർക്കെങ്കിലും? നമുക്ക് എടുക്കാലോ. റെസ്പോൺസിബിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് മിസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി nurse പ്രിപ്പയർ റൂം അല്ലെ? റൂം തയ്യാറാക്ക പറഞ്ഞു. ഐഡന്റിഫൈ സെൽഫ് അല്ലെ? ആ നഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് സ്വയം ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലെ? രോഗിയോട് നല്ല രീതിയിൽ പെരുമാറുക അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള കംഫർട്ട് കൊടുക്കുക അല്ലെ? പിന്നെ എന്താണ്? നമ്മുടെ രോഗിയുടെ ആൻസൈറ്റി ഫിയർ ഒക്കെ മാറ്റുക അല്ലെ? കുറയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് ഓറിയന്റ് പേഷ്യന്റ്. എന്താണ്? പേഷ്യന്റിന് ക്രമപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസിന് മനസ്സിലാക്കി കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? അഡ്മിറ്റ് ആക്കിയ സമയത്ത് നഴ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറില്ലേ? റൂം കാണിച്ചു തരും അല്ലെ? നമുക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റുകളൊക്കെ തരും. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് അല്ലെ? ആ ഒരു പേഷ്യന്റിന് അത് എന്തൊക്കെയാണെന്നാണ് ഓറിയന്റ് പേഷ്യൻസിൽ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ലൊക്കേഷൻ ഓഫ് നഴ്സ് സ്റ്റേഷൻ അല്ലെ? എന്താണ്? ആ ഒരു നഴ്സ് സ്റ്റേഷൻ എവിടെയാണ് അല്ലെ? ആ ഒരു ലൊക്കേഷൻ. ഇപ്പൊ എന്തെങ്കിലും സിറ്റുവേഷൻ നമ്മുടെ രോഗിക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നഴ്സിന് വിവരം അറിയിക്കണോ? അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അപ്പൊ നഴ്സിനെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ നഴ്സുമാർ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ അതിനു വേണ്ടി നഴ്സ് സ്റ്റേഷൻ പറഞ്ഞു കൊടുക്കുക, ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് റൂം ബൗണ്ടറീസ് അല്ലെ? ഇപ്പൊ നമ്മൾ വാർഡിലൊക്കെയാണ് അഡ്മിറ്റ് ആക്കിയതെങ്കിൽ നമുക്ക് ആ ഒരു വാർഡില് ഫുൾ ഏരിയാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? പേഷ്യന്റിന് ഫുൾ ഏരിയാസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ആ ഒരു കട്ടിലും പിന്നെ എന്താണ് ഒരു നമ്മുടെ സാധനങ്ങൾ വെക്കുന്നതിനുള്ള ഒരു ചെറിയ ടേബിളും ഒരു ചെയറും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? നമുക്കൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും അല്ലെ?
അപ്പൊ ആ ഒരു റൂം ബൗണ്ടറീസ് എവിടെ വരെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് ക്ലോത്ത്സ് സ്റ്റോറേജ് അല്ലെ, എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഡ്രസ്സുകൾ സൂക്ഷിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആ ഒരു ക്ലോത്ത്സുകൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, സ്റ്റോറേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് കോൾ ലൈറ്റ് അല്ലെ, കോൾ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നേഴ്സിന് എന്തെങ്കിലും പേഷ്യന്റിന് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേഴ്സുമാരുടെ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി നമുക്കൊരു സ്വിച്ച് ഉണ്ടാവാറുണ്ട് അല്ലെ, അലാം പോലെ കണ്ടിട്ടുണ്ട്. ഇത് കോൾ സിസ്റ്റം, നേഴ്സസ് കോൾ സിസ്റ്റം എന്ന് പറയും. എന്താണ്, നമുക്കൊരു എമർജൻസി ബെല്ല് പോലെ. അപ്പൊ നമ്മുടെ റൂമിൽ ആ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, നേഴ്സുമാരിയിരിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് ബെല്ലടിക്കും അല്ലേ. അപ്പൊ പെട്ടെന്ന് തന്നെ അവരെന്തെങ്കിലും ആ ഒരു റൂമിലേക്ക് വരും അല്ലേ, ആ ഒരു ഏരിയയിലേക്ക് വരുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഒരു കോൾ ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കോൾ സ്വിച്ച് സിസ്റ്റം എവിടെയാണ് എന്ന്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞു കൊടുക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ബെഡ് കൺട്രോൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്, നമ്മുടെ ആ ഒരു പേഷ്യന്റിന് ബെഡിന്റെ അറേഞ്ച്മെന്റ്സുകൾ വരുത്തേണ്ടതുണ്ട് അല്ലെ. അവരെ കിടക്കുന്നതിന് എന്താണ് ആ ഒരു ബെഡിന്റെ ബെഡ് പൊക്കി വെക്കണം അല്ലെ, ഹൈറ്റ് കൂട്ടണം, അല്ലെങ്കിൽ സൈഡിലേക്ക് നീക്കിയൊക്കെ വെക്കണമെങ്കിൽ ആ ഒരു ബെഡിന്റെ കൺട്രോൾ പറഞ്ഞു കൊടുക്കുക. അതിന്റെ ലിവർ ഉണ്ട് അല്ലെ, ആ ലിവറൊന്ന് കറക്റ്റിട്ടല്ലേ നമ്മൾ ബെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ബെഡ് കൺട്രോള് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വിധം ആ ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുക അല്ലെ, ഈ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ലൈറ്റ് സ്വിച്ചസ് അല്ലെ, എന്താണ് നമ്മുടെ റൂമിൽ ഉണ്ടാവും ലൈറ്റ് ഉണ്ടാവും, ബാത്റൂമിലേക്ക് ലൈറ്റ് ഉണ്ടാവും, ഫാൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ആദ്യമേയുള്ള സ്വിച്ചുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ടെലഫോൺ പോളിസി അല്ലെ, എന്താണ് ചില ഹോസ്പിറ്റലിൽ നമ്മുടെ റൂമിൽ എന്തുണ്ടാവും, ടെലഫോൺ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എമർജൻസി ആയിട്ട് ഇപ്പൊ നഴ്സിനെ വിളിക്കണമെങ്കിൽ എങ്ങനെയാണ് വിളിക്കേണ്ടത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് എന്താണ് TV കൺട്രോൾസ് അല്ലെ, ചില വലിയ വലിയ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ AC റൂമുകളിലൊക്കെ എന്താണ് TV ഉണ്ടാവാറുണ്ട് അല്ലെ, ആണോ? അപ്പൊ ആ ഒരു TV കൺട്രോൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് അല്ലെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മീൽ ടൈംസ് അല്ലെ, എന്താണ് ഭക്ഷണ സമയങ്ങൾ എപ്പോഴൊക്കെയാണ് അല്ലെ, അത് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് വിസിറ്റിംഗ് അവേഴ്സ് അല്ലെ, എന്താണ് നമ്മുടെ പേഷ്യന്റിനെ കാണാനായിട്ട് അവരെ റിലേറ്റീവ്സിന് ഫാമിലിക്കൊക്കെ എല്ലാ സമയത്തും വരാൻ സാധിക്കോ, വാർഡുകളിലേക്ക് റൂമിലേക്ക് വരാൻ സാധിക്കോ, ഇല്ല അല്ലെ. അതിന് വിസിറ്റിംഗ് അവേഴ്സ് ഉണ്ട് അല്ലെ, രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ അല്ലെ. അപ്പൊ ആ ഒരു ടൈം എപ്പോഴാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ഡയറ്റിന്, ചിലപ്പോ ഷുഗർ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി പറഞ്ഞിരിക്കുന്ന പേഷ്യൻസ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഡയറ്റ് കൺട്രോൾ ഉണ്ടാവാറുണ്ട് അല്ലെ, ഭക്ഷണക്രമങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡയറ്റ് കൺട്രോളുകൾ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റൈൽസ്. സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റൈൽസ് എന്ന് പറഞ്ഞാല് ചില നമ്മൾ ഹോസ്പിറ്റലിൽ ബെഡിന്റെ സൈഡില് പൊക്കി വെക്കുന്ന ഒരു സ്റ്റാൻഡ് പോലെ കണ്ടിട്ടുണ്ടോ, പേഷ്യൻസ് താഴേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ആ ഒരു സേഫ്റ്റി മെഷർ, സൈഡ് റൈൽസ്, അതെങ്ങനെയാണ് ആ ഒരു സ്റ്റാൻഡ് നമ്മൾ വെക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ് അല്ലെ, എന്താണ് നമ്മുടെ രോഗിയെ സന്ദർശിക്കാൻ ഡോക്ടർക്ക് ഒരു സമയമുണ്ട് അല്ലെ. മിക്കവാറും ഹോസ്പിറ്റലിലെ മോർണിംഗിലായിരിക്കും വരുന്നത് 10 to 11 അല്ലെ, ആ ഒരു സമയത്തല്ലേ. അപ്പൊ ആ ഒരു ഡോക്ടേഴ്സിന്റെ വിസിറ്റിംഗ് ടൈം എപ്പോഴാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾഡ്, എന്താണ് ആ രോഗിക്ക് ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണ് നമ്മുടെ ഡോക്ടർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അല്ലെ, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും നമ്മുടെ നേഴ്സ് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാലോ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ പറഞ്ഞത്. നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു, നമ്മ ഈ ഒരു രോഗിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നേഴ്സ് എന്താണ് കുറച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെ, ഗ്യാദർ ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് മെഡിക്കൽ ഓർഡേഴ്സ് അല്ലെ, എന്താണ്
നമ്മുടെ ആ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് ആ ഒരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ എന്തൊക്കെ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ, എന്തൊക്കെ മരുന്നുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ഓർഡേഴ്സ് കളക്ട് ചെയ്ത് അത് സൂക്ഷിക്കുക. പിന്നെ ട്രീറ്റ്മെന്റ് അല്ലെ, ആ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എഴുതി കൊടുത്തിരുന്ന ട്രീറ്റ്മെന്റുകളുടെ വിവരങ്ങള്. നെക്സ്റ്റ് ലാബ് റിസൾട്ട് അല്ലെ, എന്താണ് ആ ഒരു ഡോക്ടർ ആ ഒരു പേഷ്യന്റിന് വേണ്ടി എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യിച്ച് അതിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിക്കുക. നെക്സ്റ്റ് ടെസ്റ്റുകൾ, എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. ഡയറ്റ്, ഭക്ഷണക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ്, ആക്ടിവിറ്റീസ് അല്ലെ, ഇപ്പൊ എന്താ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സസൈസുകൾ, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ശേഖരിച്ച് അതെന്ത് ചെയ്യുക, ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യൻസ്. എന്താണ് നമ്മുടെ പേഷ്യന്റിനെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അല്ലെ, ഒബ്സർവേഷൻ. നാലാമത്തെ പ്രോസസ്സായി വരുന്നത് എന്താണ്? ഫസ്റ്റ് പറയുന്നത്, the first few moments with a patient's facial expression will denote his emotional reactions and presence of pain, fatigue അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ മുഖത്ത് നിന്ന് കാണാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ? നമുക്ക് ക്ഷീണമുണ്ട് അല്ലേ, നമുക്ക് എന്തെങ്കിലും തളർച്ച അനുഭവപ്പെടുന്നുണ്ട്, നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് നിന്ന് അറിയാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സ് ആ ഒരു പേഷ്യന്റിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖഭാവങ്ങള് നോട്ട് ചെയ്യുക അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? ഹിസ് ഇമോഷണൽ റിയാക്ഷൻസ് അല്ലെ, അവരെ ഇമോഷണൽ റിയാക്ഷൻസ്, അവർക്ക് എന്തെങ്കിലും എന്താണ് പ്രസൻസ്, എന്തെങ്കിലും പെയിൻ ഉണ്ടോ, വേദനയുണ്ടോ, അവർക്ക് ക്ഷീണമുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് മൊമെന്റ്സുകൾ ആ ഒരു പേഷ്യന്റിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, any discoloration of skin such as jaundice, cyanosis, facial paralysis should be noted അല്ലെ. എന്താണ് നമുക്ക് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സ്കിന്നിന്റെ കളറിൽ വ്യത്യാസങ്ങൾ വരുമോ? കണ്ണിന്റെ കളറിൽ വ്യത്യാസം വരും അല്ലെ, സ്കിന്നിന്റെ കളറിലൊക്കെ വ്യത്യാസം വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നും രണ്ടും മിസ് ഏതിലാണ്? ഇപ്പൊ പറഞ്ഞതാണോ? ഷംസീന, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ത്രൂ OPD ആണോ? ഒന്നും രണ്ടുമാണോ? അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPDയിലെ ഫസ്റ്റും സെക്കൻഡും പോയിന്റ് ആണോ? ആണോ? അതോ ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഫസ്റ്റും സെക്കൻഡും പോയിന്റ് ആണോ? എന്താണ്? ഓക്കെ, പോയോ ഷംസീനെ? ഓക്കെ, പറയട്ടോ, മിസ് പറഞ്ഞുതരാം. ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നാൽ മതി. മിസ് അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ മിസ് മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് മുകളിലെ നഴ്സിന്റെ ഡ്യൂട്ടീസ് ആണോ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സ് ആണോ? പ്രിപ്പയർ റൂം, ഐഡന്റിഫൈ സെൽഫ് അല്ലേ, അതാണോ? ഓക്കെ, മിസ് പറഞ്ഞുതരാം. മിസ് ഈ പറയുന്ന ആ ഒരു സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത്, എനി ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ, ആ ഒരു പേഷ്യന്റിന്റെ സ്കിന്നിൽ അല്ലെ, തൊലിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ, ഡിസ്കളറേഷൻ, കളറിൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുക. എന്താണ്? ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. സൈനോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില്
ഓക്സിജന്റെ അളവ് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം അല്ലെ, അതായത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ ഇല്ലാത്തതിനാല് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു സ്പേസിൽ ഒരു സ്ഥലത്ത് ഒരു ബോഡി പാർട്ടില് ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ എന്ത് പറ്റും, ആ ഒരു സ്ഥലത്തെ കളർ ചേഞ്ചസ് വരും, വ്യത്യാസം വരും അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തില് ഓക്സിജന്റെ അളവ് ശരിയായ രീതിയിൽ ഇല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ശരീരത്തില് എന്താണ് ബ്ലഡ് സർക്കുലേഷൻ ശരിയായി നടക്കുകയില്ല. അപ്പൊ അതുമൂലം ആ ഒരു പേഷ്യന്റിന്റെ ശരീരത്തിന് എന്തെങ്കിലും ഡിസ്കളറേഷൻ അല്ലെ, നീലമയാവുക അല്ലെങ്കിൽ ഒരു പച്ച കളർ ഫീൽ ചെയ്യുക അല്ലെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അതല്ലെങ്കിൽ ഫേഷ്യൽ പാരലൈസിസ്, എന്താണ് മുഖം കോടുക എന്നൊക്കെ പറയില്ലേ, നമ്മ ഒരു ഭാഗം കോടിപ്പോന്നൊക്കെ പറയില്ലേ. അപ്പൊ നമുക്ക് സ്ട്രോക്ക് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ ഫേഷ്യൽ പാരലൈസിസ് വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് കളർ, നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം എന്താണ്, ഫർദർ ഒബ്സർവേഷൻ ക്യാൻ ബി മെയ്ഡ് ഗിവിംഗ് കെയർ ടു ദി ക്ലയന്റ് അല്ലെ. അപ്പൊ പേഷ്യന്റിന് എന്താണ് ഇങ്ങനെയുള്ള ഈ സ്കിന്നിലുള്ള വ്യത്യാസങ്ങള് അങ്ങനെയുള്ള കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് എന്താണ് പേഷ്യന്റിനെ കൂടുതൽ നിരീക്ഷണത്തിന് വിധേയനാക്കുക അല്ലെ, കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുക. ഓക്കെ ആണോ? ഫസ്റ്റ് പറയുന്നത് ആദ്യത്തെ കുറച്ച് സമയം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സ് ആ ഒരു പേഷ്യന്റിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെ, മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ആ ഒരു മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവും അല്ലെ, അവർക്ക് കൂടുതലായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു, അവർക്ക് ഭയങ്കര തളർച്ചയുണ്ടോ ക്ഷീണമുണ്ടോ എന്നുള്ള കാര്യങ്ങള് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത് എന്താണ്, അവരുടെ ശരീരത്തില് ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ സ്കിന്നില് എന്തെങ്കിലും ഡിസ്കളറേഷൻ അല്ലെ, കളർ ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുക. എന്താണ് മഞ്ഞപ്പിത്തം, സൈനോസിസ് അല്ലെങ്കിൽ ഫേഷ്യൽ പാരലൈസിസ് ഒക്കെ വരുമ്പോ എന്താണ് അവരുടെ സ്കിന്നിലെ ചേഞ്ചസ് വരും അല്ലെ, കളർ ചേഞ്ചസ് വരും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഡിസ്കളറേഷൻ ഉണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആ ഒരു പേഷ്യന്റിന് കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് എന്താണ് അവരെ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുക. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ചാർട്ടിങ്. ചാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ ഏതാണ് ചാർട്ടിങ്, അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD ആണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മ OPD ചെന്നിട്ട് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്താണ് അല്ലെ, ഫസ്റ്റ് റിസീവിംഗ് ദ പേഷ്യന്റ്, റെക്കോർഡിംഗ് സോഷ്യൽ ഡാറ്റ, മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD, ട്രാൻസ്ഫറിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. ഫിഫ്ത് പോയിന്റ്, റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ അല്ലെ, വാർഡ് സിസ്റ്റർ ആ ഒരു പേഷ്യന്റിനെ സ്വീകരിക്കുന്നു. നെക്സ്റ്റ് പറഞ്ഞത് പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്. സെവൻത് ആണ് ചാർട്ടിംഗ്. അതിൽ വരുന്നത് റെക്കോർഡ് ഓൾ ബേസിക് ഇൻഫർമേഷൻ ഇൻ ദ പേഷ്യന്റ് റെക്കോർഡ് അല്ലെ, എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡില് ആ ഒരു പേഷ്യന്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബേസിക് ഇൻഫർമേഷൻസും റെക്കോർഡ് ചെയ്യുക അല്ലെ. എന്താണ് ഡോക്ടർ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ മരുന്നുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ബേസിക് ഇൻഫോർമേഷൻസും റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യന്റ് ഡീറ്റെയിൽസ്, കംപ്ലൈന്റ്സ് ഓഫ് ദി ക്ലയന്റ്, എനി അലർജീസ് ആൻഡ് പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ് അല്ലെ. കൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഇതിൽ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം പേഷ്യന്റ് റെക്കോർഡിൽ. ആ ഒരു പേഷ്യന്റിനെ എന്താണ് അല്ലെ, ഏത് ഡേറ്റിനാണ് അഡ്മിഷൻ ചെയ്തത്, സമയം എപ്പോഴാണ്, പേഷ്യൻസിനെ കുറിച്ചുള്ള സോഷ്യൽ ഡാറ്റാസ് അല്ലെ, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, ആ ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിലോ അവിടുത്തെ ട്രീറ്റ്മെന്റുകളിലോ അല്ലെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ ഉണ്ടെങ്കിൽ അല്ലെ എന്താണ് അത് രേഖപ്പെടുത്തണം. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് ഇപ്പൊ നമ്മൾ മിസ് പറഞ്ഞു എന്താണ് നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കാറുണ്ട് അല്ലെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ചിലർക്ക് പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സുകളൊക്കെ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകാറുണ്ട് അല്ലെ.
വയറുവേദന ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ തടിച്ചു പൊന്തും അല്ലെ, ചുമന്ന് തടിച്ചു പൊന്തും, പല രീതിയിലുള്ള റിയാക്ഷൻസ് കാണിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അലർജീസ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ആ ഒരു പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് എന്താണ് അല്ലെ, മാനസികാവസ്ഥ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു മാനസികാവസ്ഥയും ആ ഒരു റെക്കോർഡില്, മെഡിക്കൽ റെക്കോർഡില് ചാർട്ട് ചെയ്യുക. ഓക്കെയാണോ? സൈനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തില് ശരിയായ രീതിയിലുള്ള ഓക്സിജന്റെ അളവ് ഇല്ലാത്തതിനാല് എന്താണ്, ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ എന്ത് ചെയ്യും, കളർ ചേഞ്ചസ് വരും അല്ലേ. നമ്മുടെ ശരീരം, ബോഡി നല്ല രീതിയിൽ നമുക്ക് ചലിപ്പിക്കണമെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണമെങ്കിലും നമുക്ക് എന്താണ്, ബ്ലഡ് സർക്കുലേഷൻ നടക്കണ്ടേ, അല്ലെങ്കിൽ എന്തുവരും, ആ ഒരു ഭാഗം തരിപ്പും മരയിപ്പും വേദനയൊക്കെ അനുഭവപ്പെടും അല്ലേ, ആണോ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ ഹംസീന? നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും, തലവേദന ഉണ്ടാകും, അങ്ങനെയുള്ള പല സിംറ്റംസും കാണിക്കും. ഓക്കെ ആണോ? അപ്പൊ അത് അത്രയും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഷംസീന മിസ്സിനോട് ഏതാണെന്നൊന്ന് ജസ്റ്റ് പറയണേ, മിസ് സെക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം കേട്ടോ. റെസ്പോൺസിബിലിറ്റി ഓഫ് നേഴ്സിന്റെ ഫസ്റ്റും സെക്കൻഡ് ആണെങ്കിൽ ഒന്നും പറയാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ. എന്താണ് നമ്മുടെ അഡ്മിഷൻ രജിസ്റ്ററിൽ ആ ഒരു പേഷ്യന്റിന്റെ വിവരങ്ങൾ അല്ലെ, ഇന്ന പേഷ്യന്റിനെ ഇന്ന ഡേറ്റില് ഇന്ന സമയത്ത് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുക. ട്രീറ്റ്മെന്റ് ബുക്കില് പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, ട്രീറ്റ്മെന്റ് എന്താണ്, ആ ഒരു രോഗിക്ക് ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ബുക്കിൽ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ട് ബുക്കിൽ എഴുതുക. കൂടാതെ മെഡിക്കൽ ലീഗൽ കേസസ്, നിങ്ങൾക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എടുത്തോ മക്കളെ? എടുത്തോ? മിൽറോസ് ടീച്ചർ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എടുത്തിട്ടില്ല? ഇല്ല. ഓക്കെ. അപ്പൊ നമുക്കിത് രണ്ട് രീതി, MLC എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലീഗൽ കേസസ് എന്നും പറയാം, മെഡിക്കോ ലീഗൽ കേസ് എന്നും പറയും. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് കേട്ടോ. ഇപ്പൊ ഹോസ്പിറ്റലില് നമ്മുടെ ചില സിറ്റുവേഷനിൽ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന സമയത്ത് അത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലെ. പോലീസിനെ അറിയിക്കേണ്ട കേസുകൾ കൊണ്ടുവരാറില്ലേ? ആക്സിഡന്റ് പറ്റി കൊണ്ടുവരാം, അല്ലെങ്കിൽ വാക്തർക്കങ്ങൾ, കയ്യേറ്റുണ്ടായിട്ട് അടിപിടിയൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും അപകടം പറ്റി കൊണ്ടുവരാം, അല്ലെങ്കിൽ പോയിസണിന്റെ സൂയിസൈഡിങ് അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടുവരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ റേപ്പ് അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടുവരുന്ന, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ, നമ്മൾ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിക്കൽ ലീഗൽ കേസ് അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ എന്ത് ചെയ്യണം, ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് നമ്മൾ മെഡിക്കൽ ലീഗൽ കേസിൽ അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ ആണോ? അൺനാച്ചുറൽ ഇൽനെസ്സോ ഇഞ്ചുറീസ് ഒക്കെ പറ്റി കൊണ്ടുവരുന്ന പേഷ്യന്റിനെ, ഇപ്പൊ ചില സിറ്റുവേഷനിൽ എന്താണ്, ചില സമയത്ത് ഒരു പേഷ്യന്റിനെ എന്താണ് കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും എന്താണ് അവരെ ഉപദ്രവിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് പറയാറുണ്ട് അല്ലെ, വീഴ്ച സംഭവിച്ചാണ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അപകടം ഉണ്ടായാന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ പക്ഷെ അതെന്താണ്, ഡോക്ടർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ അൺനാച്ചുറൽ ആണോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചതാണോ എന്നല്ലേ. അപ്പൊ അൺനാച്ചുറൽ കേസുകളാണെങ്കിൽ എന്ത് ചെയ്യും, ഡോക്ടർ പോലീസിനെ വിവരം അറിയിക്കോ? അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്, മെഡിക്കൽ ലീഗൽ കേസ് MLC-യിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെയാണോ? ആക്സിഡന്റ്, പോയിസണിങ് അല്ലെ, റേപ്പ് അറ്റംപ്റ്റുകള്, അടിപിടി കേസുകള് അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കേസുകള്. അപ്പൊ അങ്ങനെയുള്ള കേസ് ആണ് കൊണ്ടുവന്നിട്ട് എന്താണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തതെങ്കിൽ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എന്തിൽ എഴുതി ചേർക്കണം, മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് വാർഡ് അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ് അല്ലെ. എന്താണ് നമ്മുടെ വാർഡിലെ എല്ലാ സമയത്തും
എല്ലാ ദിവസവും ആ ഒരു പർട്ടിക്കുലർ അളവിലായിരിക്കും പേഷ്യൻസ് ഉള്ളത്? അല്ല അല്ലെ, ഏറ്റക്കുറച്ചിലുകൾ വരാം അല്ലെ? ആണോ? അല്ലെ? ചിലരെ ഡിസ്ചാർജ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ പുതിയ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വാർഡ് സെൻസസുകൾ അപ്ഡേറ്റ് ചെയ്യുക. ആ ഒരു വാർഡിൽ എത്ര രോഗിയുണ്ട്, ആരൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പേഷ്യന്റിന്റെ നമ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നേഴ്സസ് നോട്ട്സ് അല്ലെ? എന്താണ് നമ്മുടെ നേഴ്സുമാര് രോഗിയെ കുറിച്ച് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ? ആ രോഗിക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കണം, ഏതൊക്കെ സമയത്ത് കൊടുക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നേഴ്സസ് നോട്ട്സുകൾ തയ്യാറാക്കുക. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം അല്ലെ? എന്താണ് ആ ഒരു ശാരീരിക വിലയിരുത്തല്? ആ ഒരു പേഷ്യന്റിനെ നമ്മൾ ഫിസിക്കൽ ആയിട്ട് അസസ് ചെയ്തിട്ട് അതെങ്കിലും നമ്മൾ ചേർക്കാറുണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ ചേർക്കാറുണ്ട് അല്ലെ? കമ്പ്യൂട്ടർ ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ ചേർക്കാറില്ലേ? അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം? നമ്മുടെ ആ ഒരു പേഷ്യന്റിനെ ശാരീരികമായി വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നമ്മുടെ സിസ്റ്റത്തിലെ അവലോകനം അല്ലെ എൻറ്റർ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് കംഫർട്ട്. എന്താണ് പേഷ്യൻസിന് ആശ്വാസം നൽകാണ്. എന്താണ് ചില സമയത്ത് പേഷ്യൻസിന് എന്താണ് അവര് ആ കിടക്കുന്ന ആ ഒരു പൊസിഷൻ അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലെ? അപ്പൊ ഡോക്ടർ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ എന്താണ് ചിലപ്പോ അവർ ആ ഒരു മെഡിക്കൽ റെക്കോർഡില് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്താണ് പേഷ്യൻസിനെ കിടത്തുന്നത് എന്താണ് പൊക്കി വെച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കട്ടിലിന്റെ ഹൈറ്റ് കൂട്ടിയിട്ടായിരിക്കണം എന്നൊക്കെ അല്ലെ? ആണോ? അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ പരിചരണ സമയത്ത് അവരെ നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് അവരെ ശാരീരികമായിട്ടും വൈകാരികമായിട്ടും അവരെ കംഫർട്ട് ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ അത് എന്ത് ചെയ്യണം? ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തുക. ഓക്കെ ആണോ? ചില ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാറുണ്ട്? പേഷ്യൻസിന് എന്തെങ്കിലും മെന്റൽ സ്റ്റാറ്റസ് അല്ല, എന്തെങ്കിലും ഡിപ്രഷനോ എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ എന്തെങ്കിലും എന്താണ് ചില ഹോസ്പിറ്റലില് നമുക്ക് സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണിക്കാറുണ്ട് അല്ലെ? ഉണ്ടോ? ടെൻഷനൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ ഒരു പേഷ്യന്റിനെ ശാരീരികമായിട്ടും ഫിസിക്കലായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും അവരെ കംഫർട്ട് ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ അതെല്ലാം എന്തിൽ രേഖപ്പെടുത്തുകയാണ്? ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ചാർട്ട് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് കളക്ട് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസ്. എന്താണ് ആ ഒരു ഡാറ്റാബേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക അല്ലെ? ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞ പോലെ എന്താണ് നഴ്സിന്റെ ഡ്യൂട്ടീസ് പറഞ്ഞു അല്ലെ? ഗ്യാദർ ഇൻഫർമേഷൻ എന്ന് കുറെ പറഞ്ഞില്ലേ? ലാബ് ടെസ്റ്റുകൾ അല്ലെ, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡാറ്റാബേസിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ദി ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റീസ്. എന്താണ് നമ്മുടെ ഡോക്ടറുടെ ഓർഡർ അല്ലെ? നമ്മുടെ ഡോക്ടർ ആ രോഗിക്ക് വേണ്ടി എന്തെങ്കിലും ഓർഡേഴ്സ് ഫിസിഷ്യൻ ഓർഡേഴ്സ് പറഞ്ഞിട്ടുണ്ടോ അല്ലെ? ലാബ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടോ, സ്കാനിങ് പറഞ്ഞിട്ടുണ്ടോ അല്ലെ? എന്തെങ്കിലും പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഓർഡേഴ്സ് ഒക്കെ നോക്കി അതൊക്കെ എന്താണ് നമ്മുടെ നേഴ്സ് ചാർട്ട് ചെയ്യുക. നമ്മുടെ നേഴ്സ് അല്ല, നമ്മുടെ OPD ആ ഒരു അഡ്മിഷൻ സമയത്ത് ചാർട്ട് ചെയ്യുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫോളോ ഓർഡർ 8th പ്രോസസ് ആണ്. അതിൽ പറയുന്നത് ഫോളോ ഓർഡേഴ്സ് ബൈ ദി കൺസൾട്ടന്റ് അല്ലെ? ആ ഒരു കൺസൾട്ടന്റ് പറഞ്ഞിരിക്കുന്ന ഓർഡേഴ്സ് ഫോളോ ചെയ്യുക അല്ലെ, പാലിക്കുക. എന്തൊക്കെയായിരിക്കും ആ ഒരു ഡോക്ടർ ആ ഒരു പേഷ്യന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഓർഡേഴ്സ്?
നേഴ്സിന് കൊടുത്തിരിക്കുന്ന ഓർഡേഴ്സ്? MLC ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. MLC ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻസ് ഫോർ ചോദിക്കാം, പ്രിലിമിനറി ഒബ്സർവേഷൻ ചോദിക്കാം കേട്ടോ. അതില് ഡിസ്കളറേഷന്റെ അത് ചോദിക്കാം കേട്ടോ. സെക്കൻഡ് പോയിന്റ് ചോദിക്കാം. പിന്നെ നഴ്സിന്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ചോദിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ. MLC മെഡിക്കോ ലീഗൽ കേസസ് അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസ്. മോസ്റ്റ് കോമൺ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് കേട്ടോ. നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് ഒന്ന് കൺഫ്യൂഷൻ വരണ്ട കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. പ്രിലിമിനറിയില് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു പേഷ്യന്റിന്റെ സ്കിന്നിൽ. ഇപ്പൊ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മുടെ കണ്ണിലൊക്കെ നോക്കുന്നത് കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണില് ബ്ലഡ് ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് അല്ലേ? ബ്ലഡ് ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് അല്ലേ? അതേപോലെ എന്ത് ചെയ്യാ, ആ ഒരു പേഷ്യന്റിന്റെ സ്കിന്നിൽ എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക അല്ലെ? അപ്പൊ ജോണ്ടിസ്, മഞ്ഞപ്പിത്ത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈനോസിസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേഷ്യൽ പാരലൈസിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരുടെ സ്കിന്നില് കളർ വ്യത്യാസങ്ങൾ കാണാം. ഓക്കെ ആണോ? അപ്പൊ എന്താണ്, ആ ഒരു പേഷ്യന്റിന് കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് അവരെന്താണ് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുക. ഓക്കെയാണോ? കൂടുതൽ ടെസ്റ്റുകളും ഫർദർ ടെസ്റ്റുകളും ട്രീറ്റ്മെന്റുകളും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുക. MLC എന്ന് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസസ് അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസസ്. അൺനാച്ചുറൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഇൽനെസ് ഒക്കെ വരില്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ നോക്കിയേ, ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്ന കേസ്, അല്ലെങ്കിൽ അടിപിടി കേസുകൾ അല്ലെ, വാക്തർക്കങ്ങൾ, അവിടുകളും വാക്തർക്കങ്ങളൊക്കെ പറ്റി കൊണ്ടുവരുന്ന കേസുകൾ, അല്ലെങ്കിൽ റേപ്പ് നടത്തിയിട്ട് അല്ലെ, റേപ്പ് അറ്റംപ്റ്റ് നടത്തി അതിന് വിക്ടിമായ പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണിങ് കഴിക്കുക അല്ലെ, വിഷമുള്ളിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ആ കേസുകൾ എന്ത് ചെയ്യാറുണ്ട്? ഡോക്ടേഴ്സ് പോലീസിനെ വിവരം അറിയിക്കാറുണ്ടോ? ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 8th പോയിന്റോ റിപ്പീറ്റ് ചെയ്യാം. മിസ് 8th പോയിന്റ് എടുത്തിട്ടില്ല കേട്ടോ, റിപ്പീറ്റ് ചെയ്യേ. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു റേപ്പ് അറ്റംപ്റ്റ് നടത്തി റേപ്പിന് വിധേയമായിട്ടുള്ള ഒരു പേഷ്യന്റിനെ, വിക്ടിം ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ റിപ്പോർട്ടുകൾ, അവരുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? നമ്മൾ മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ ആണോ? ചിലപ്പോ എന്താണ് പിന്നീട് ഫ്യൂച്ചറില് ചിലപ്പോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണങ്ങളോ ഒക്കെ വരാം അല്ലേ? അവർക്ക് ആ രജിസ്റ്റർ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ വേണ്ടി വരാം അല്ലേ? അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരുന്നു അല്ലേ? അങ്ങനെ പല വിവരങ്ങളും നമ്മുടെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ ബോധിപ്പിക്കേണ്ടി വരും അല്ലേ? അപ്പൊ അതിനു വേണ്ടി അത്തരം കേസുകളുടെ വിവരങ്ങള് ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് മെഡിക്കൽ ലീഗൽ കേസുകളിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് 8th പോയിന്റ് ആണ് അല്ലെ? ഇത്രയും ഓക്കെ അല്ലേ? ചാർട്ടിങ് ഫുൾ ഓക്കെ ആണ് അല്ലെ? നെക്സ്റ്റ് എടുക്കാലോ, 8th പോയിന്റ് എടുക്കാലോ. 8th point, follow orders by the consultant. എന്താണ്? If any tests are prescribed by the doctor, the nurse must make arrangements to carry out. അല്ലേ? എന്താണ്? നമ്മുടെ ഡോക്ടർ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്താൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ, പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ നേഴ്സ് അതിന് വേണ്ട അറേഞ്ച്മെന്റ്സുകൾ നടത്താം അല്ലെ? ഇപ്പൊ ചില പേഷ്യൻസിന് എന്താണ് ആ ലാബിലേക്ക് നേരിട്ട് പോയി ചെയ്യാൻ സാധിക്കില്ല.
അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ലാബിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് പേഷ്യൻസിന്റെ സാമ്പിൾ കളക്ട് ചെയ്യിക്കാറുണ്ടോ? ബ്ലഡ് സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യിക്കാറുണ്ട് അല്ലെ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? നടന്നു പോകാൻ പറ്റില്ല. ആ പേഷ്യൻസിന് എന്താണ്? വീൽ ചെയേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തി ടെസ്റ്റുകൾ നടത്തുക. carrying out other procedures prescribed by the doctor if any. അതല്ല, ഡോക്ടർ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് അല്ലെ, എന്താണ് കൊളോണോസ്കോപ്പി, അങ്ങനെയുള്ള ആൻജിയോഗ്രാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻഡോസ്കോപ്പി, അതേപോലെയുള്ള പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ട സജ്ജീകരണങ്ങൾ നമ്മുടെ നഴ്സ് ഫോളോ ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാട്ടെ. ഒന്നുകൂടെ പറയണം. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോ എന്താണ്, ഡോക്ടർ നമുക്ക് ടെസ്റ്റുകൾ എഴുതി തരാറുണ്ട് അല്ലേ? അപ്പൊ ചില സിറ്റുവേഷനിൽ എന്താണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് എന്താണ് ലാബിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? അപ്പൊ എന്ത് ചെയ്യും? ലാബിൽ നിന്ന് സ്റ്റാഫുകൾ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യാറില്ലേ? അതല്ല, നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് വീൽ ചെയേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പൊ അങ്ങനെ പേഷ്യൻസിന് ലാബ് ടെസ്റ്റുകൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക. അതേപോലെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ നഴ്സ് രോഗിക്ക് ചെയ്തു കൊടുക്കുക. ഓക്കെ ആണോ? ഇപ്പൊ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് കൺട്രോൾ ഒക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെ, നിയന്ത്രണങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ രോഗിക്ക് നമ്മുടെ നഴ്സ് ചെയ്തു കൊടുക്കുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. എന്താണ് ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള അല്ലെ, വിലപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മൂല്യം വരുന്ന അല്ലെ ക്ലോത്തിങ് സാധനങ്ങളും ക്ലോത്തിങ്ങുകളും ഡ്രസ്സുകളും അല്ലെ. ഇപ്പൊ ചില പേഷ്യൻസിന് പൈസ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ടായിരിക്കാം അല്ലെ, അവര് വിയർ ചെയ്ത് വന്നിരിക്കുന്ന ഗോൾഡ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കളവ് പോകില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റും? ഇല്ല അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കണോ? കെയർ ഓഫ് വാല്യുബിൾസ്, വിലപിടിപ്പുള്ള സാധനങ്ങളും അല്ലെ ക്ലോത്തിങ്ങുകളൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ? അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ നോക്കിയേ, ഇപ്പൊ അവരോട് പറയാ അല്ലെ, ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, കണ്ടിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ഓൺ റിസ്കിൽ സൂക്ഷിക്കാൻ പറഞ്ഞാണ്ടല്ലേ. എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടെങ്കിലോ ഹോസ്പിറ്റലോ അതല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലോ? ഇല്ല അല്ലേ? കൂടാതെ നമ്മുടെ അടുത്ത് അവിടെയുള്ള നഴ്സുമാരും ചെയ്യാറുണ്ട് അല്ലേ? എന്താണ് നമ്മുടെ റിലേറ്റീവ്സിന്റെ കയ്യിൽ കൊടുത്ത് വീട്ടിലേക്ക് കൊടുത്തു വിടാനൊക്കെ പറയാറില്ലേ? സർജറി ഒക്കെ കഴിയുമ്പോ അല്ലെ പേഷ്യൻസിന്റെ ഓർണമെന്റ്സ് ഒക്കെ ഉരുത്തരാറുണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, care of valuable and clothing. If a patient is wearing hospital dress, the patient's clothes should be handed over to relatives. അല്ലെ, നമ്മുടെ ആ ഒരു പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റൽ ഡ്രസ് ആണ് ധരിപ്പിക്കുന്നതെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ഡ്രസ്സുകൾ അല്ലെ ക്ലോത്ത്സുകൾ എന്ത് ചെയ്യുക? അവരുടെ റിലേറ്റീവ്സിന് കൈമാറുക. ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് റിലേറ്റീവ്സ്, clothing is numbered, labeled and kept in store until such time it is handed over to relatives. അല്ലെ, ഇപ്പൊ എന്താണ് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോ അവരൊപ്പം ആരുണ്ടാവില്ല? റിലേറ്റീവ്സ് ഉണ്ടാവില്ല അല്ലെ? ആണോ? അപ്പൊ അങ്ങനെ ആ ഒരു പേഷ്യന്റിന്റെ ഒപ്പം റിലേറ്റീവ്സ് ഇല്ലാത്ത സമയമാണെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ എന്ത് ചെയ്യാൻ നമ്പർ ചെയ്ത് ലേബലൊക്കെ ചെയ്ത് അവർ ആ ഒരു സ്റ്റോറിൽ സൂക്ഷിക്കുകയും അവരുടെ റിലേറ്റീവ്സ് വരുന്ന സമയത്ത് അത് അവർക്ക് കൈമാറുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത്, encourage the client to send jewelry,
money and other valuables such as watches to home with the relatives. എന്താണ് അവരുടെ കയ്യിൽ വിലപിടിപ്പുള്ള അല്ലെ എന്താണ് ജ്വല്ലറി ഉണ്ട്, മണി ഉണ്ട്, അതർ വാല്യുബിൾ ആയിട്ടുള്ള മറ്റു മൂല്യമുള്ള വാച്ചസ്, മൊബൈൽ ഫോൺസുകൾ അല്ലെ, ഐഫോൺ പോലുള്ള വിലപിടിപ്പുള്ള ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവരുടെ റിലേറ്റീവ്സിന്റെ കയ്യില് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ അവരെന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അല്ലെ എൻകറേജ് ചെയ്യുക. മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് ഇഫ് ഹി keep something with himself if it is at his own risk. എന്താണ് അതല്ല അവര് ആ സാധനങ്ങൾ ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മൊബൈല്, വാച്ച്, ജ്വല്ലറി, പിന്നെ പൈസ അങ്ങനെയുള്ള സാധനങ്ങൾ അവര് തന്നെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് അവരുടെ റിസ്കിലാണ് അല്ലേ. അത് കളവ് നടന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലോ സ്റ്റാഫോ ഡോക്ടേഴ്സോ ആരും ഉത്തരവാദികളല്ലാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഷംസീന ഉണ്ടോ? ഷംസീന മിസ്സിനോട് ഡൗട്ട് ചോദിച്ചിരുന്നു. ഫസ്റ്റും സെക്കൻഡും ആണ് ചോദിച്ചത്. മിസ് അതേതാണെന്ന് ചോദിച്ചിട്ട് ആള് പറഞ്ഞില്ല. ഫ്രണ്ടിലത്തെ പറഞ്ഞപ്പ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി നഴ്സിലായിരിക്കും എന്ന് മിസ് ഉദ്ദേശിക്കുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞിട്ട് മിസ് നെക്സ്റ്റ് സെക്ഷൻ എടുക്കാം കേട്ടോ. റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. പ്രിപ്പയർ റൂമിലെ നമ്മള് റൂമില് ആ ഒരു വാർഡില് നേഴ്സ് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവര് നമ്മളെ കൊണ്ടുപോയി നേഴ്സ് കൊണ്ടുപോയി റൂം കാണിച്ചു തരാറുണ്ടോ? നമുക്ക് ആലോചിച്ച് നോക്കിയേ. അഡ്മിറ്റ് ആക്കിയിട്ടുള്ളവർക്ക് അറിയാം റൂം കൊണ്ടുപോയി കാണിച്ചു തരും അല്ലേ. അപ്പൊ അവിടെ എങ്ങനെയുള്ള റൂമാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്? എന്താണ് ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള അല്ലെ ചില പേഷ്യൻസിന് ട്രിപ്പ് ഇടേണ്ടി വരും അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യം അപ്പൊ അതിനുള്ള സ്റ്റാൻഡ് വേണം. അപ്പൊ ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളോട് കൂടിയ അല്ലെ സാധനങ്ങളോട് കൂടിയ ഒരു ക്ലീൻ ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു റൂം അവർക്ക് പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നഴ്സ് കൊണ്ടുവന്ന് ബെഡ്ഷീറ്റുകൾ, പില്ലോ കവേഴ്സ് ഒക്കെ ഇട്ട് തരാറുണ്ടോ? നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന റൂം കാണിച്ചു തന്നിട്ട്. അപ്പൊ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള നെക്സ്റ്റ് പറയുന്നത് ആ ഒരു ബെഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ ഹൈറ്റ് കൂട്ടുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു പേഷ്യന്റിന് ഈ ഒരു നഴ്സ് ചെയ്തു കൊടുക്കുക. അതാണ് പ്രിപ്പയർ റൂമിൽ പറയുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ ഐഡന്റിഫൈ സെൽഫ് അല്ലെ. ആ ഒരു നഴ്സ് സ്വയം മനസ്സിലാക്കേണ്ട സ്വയം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ആ ഒരു പേഷ്യന്റിനെയും അവരുടെ ഫാമിലിയെ എങ്ങനെ സ്വീകരിക്കാന്ന് വാം അപ്രോച്ച് അല്ലെ നല്ല രീതിയിൽ അല്ലെ ഊഷ്മളമായ രീതിയിൽ. ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഫയൽ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ഒരു റൂം കാണിച്ചു തന്നിട്ട് ഇതാണ് നിങ്ങളുടെ റൂം എന്ന് പറഞ്ഞു പോവാണോ നഴ്സുമാർ ചെയ്യുന്നത്? ആണോ? നമ്മളോട് ചിരിച്ച് നമ്മളോട് എന്താണല്ലേ എന്തായിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, അഡ്മിറ്റ് ആക്കിയത് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ടോ? അതിനുശേഷം അവർ ഫയൽ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും അല്ലെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുന്നത്. ആണോ? അപ്പൊ എന്താണ് ആ ഒരു പേഷ്യന്റിനെയും അവരുടെ ഫാമിലിയെയും വാം അപ്രോച്ചിൽ സ്വീകരിക്കുക. പിന്നെ എന്താണ് ആ ഒരു പേഷ്യന്റിനെ ആ ഒരു ബെഡില് കംഫോർട്ട് ആക്കുക അല്ലെ. അവിടെ എന്തെങ്കിലും സൈഡ് ചിരിച്ച് കിടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബെഡിന്റെ അല്ലെങ്കിൽ ഹൈറ്റ് കൂട്ടേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ആ ഒരു ബെഡിൽ കംഫോർട്ട് ആക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രൈവസി കൊടുക്കുക. കൂടാതെ എന്താണ് അവർക്ക് പില്ലോ കവേഴ്സോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റുകളോ അല്ലെങ്കിൽ പുതപ്പോ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ക്ലോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണോ ഉണ്ടാവാറ്? ആണോ? അല്ല അല്ലേ. ചിലർക്ക് പേടി ഉണ്ടാവും, ചിലർക്ക് ഉത്കണ്ഠ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ് നമ്മുടെ നഴ്സ് പറഞ്ഞ് കുറച്ചു കൊടുക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ. ഷംസീന ഓക്കെ ആയോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്.
നെക്സ്റ്റ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേ, OPD കൊണ്ടുവന്നിട്ട് അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ ആണ് അല്ലെ പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷൻ എങ്ങനെയാണ്, ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് പറയുന്നത് when they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to structure. അല്ലെ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ട അല്ലെ എമർജൻസി ആയിട്ടുള്ള ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻ ഒരു ഉറപ്പ് നൽകി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ വാർഡ് ബോയ്സിനെ വിവരം അറിയിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു പേഷ്യന്റിനെ ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്രയും വേഗം വാർഡ് ബോയ്സിനെയോ അല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡറിനെയോ വിവരം അറിയിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇപ്പൊ വാർഡ് ബോയിനെ വിളിച്ചു അല്ലെങ്കിൽ അറ്റൻഡറിനെ വിളിച്ചു, നമ്മുടെ പേഷ്യന്റിനെ എന്ത് ചെയ്തോ സ്ട്രക്ചറില് കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കും അല്ലെ. ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് മാറ്റി സ്ട്രക്ചറിൽ നിന്ന് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിപ്പിക്കും. അതിനുശേഷം അവിടെ ആര് സർവീസ് കൊടുക്കണം, എത്രയും വേഗം ഡോക്ടറിന് സർവീസ് കൊടുക്കണോ. അപ്പൊ give a call to medical officer. എന്താണ്, നമ്മുടെ മെഡിക്കൽ ഓഫീസറെ എത്രയും വേഗം വിവരം അറിയിച്ച് അവിടെ സജ്ജമാക്കുക അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് after a medical officer examines the patient, they ask him as to where they have to shift a patient. എന്താണ്, ആ ഒരു മെഡിക്കൽ ഓഫീസർ ആ ഒരു പേഷ്യന്റിനെ വിലയിരുത്തുക അല്ലെങ്കിൽ അവരെ ഇവാലുവേറ്റ് അല്ലെ, അവർ ചെക്കപ്പ് ചെയ്തതിനു ശേഷം ആ ഡോക്ടർ പറയല്ലേ ആ ഒരു പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. ചിലപ്പോൾ ICUയിലേക്കായിരിക്കാം അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കായിരിക്കാം അല്ലെങ്കിൽ സർജറി ചെയ്യാനായിരിക്കാം അല്ലെ. ആണോ? അപ്പൊ ആ ഒരു മെഡിക്കൽ ഓഫീസർ ആ ഒരു പേഷ്യന്റിനെ വിലയിരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡോക്ടർ പറയാണ് ആ ഒരു പേഷ്യന്റിനെ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലേക്കാണോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട റെസൂസിറ്റേഷൻസ് അല്ലെ ഫസ്റ്റ് എയ്ഡുകളാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് generally they shift the patient to the ICU and after the patient becomes stable only they shift the patient to the concerned ward. അല്ലെ എന്താണ് ആ ഒരു ജനറലി പൊതുവെ എന്താണ് പേഷ്യൻസിനെ നമ്മൾ എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, ICUയിലേക്കായിരിക്കും അല്ലെ. ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആ പേഷ്യന്റിന് ആവശ്യമായുള്ള ട്രീറ്റ്മെന്റുകളും കെയറും ഒക്കെ കിട്ടി അവർ സ്റ്റേബിൾ ആയതിനു ശേഷം അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺഡ് വാർഡിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ചിലപ്പോൾ കാർഡിയാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ടായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ നെർവ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും അതൊക്കെ കഴിഞ്ഞ് ICUയിലൊക്കെ കിടത്തി അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷം അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഓങ്കോളജി വാർഡ് അല്ലെങ്കിൽ കാർഡിയാക് വാർഡ് അല്ലെ അങ്ങനെയുള്ള വാർഡുകളിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് after counseling with the consultant and permission of the same they register patients in the IPD register and in their software too. അല്ലെ നമ്മുടെ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വിവരങ്ങൾ എന്തിലേക്ക് ചേർക്കണം, IPD രജിസ്റ്ററിലേക്ക് ചേർക്കണം അല്ലെ. നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കി അല്ലെ. അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോരാണെങ്കിൽ നമ്മൾ ഒപ്പിയിലാണ് അല്ലെ രജിസ്റ്റർ ചെയ്യുന്നത്, ഔട്ട് പേഷ്യന്റ് ഡീറ്റെയിൽസിലല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ നമ്മുടെ വിവരങ്ങൾ എന്തിൽ രജിസ്റ്റർ ചെയ്യണം, IPD അല്ലെ. IPD രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ആ ഒരു പേഷ്യന്റിനെ ഡോക്ടർ ആ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ അവരെ ചെക്കപ്പ് ചെയ്യുന്ന ആ ഒരു ഡോക്ടറിന്റെ
പെർമിഷൻ കഴിഞ്ഞ് അവർ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ പെർമിഷനോട് കൂടി ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ IPD രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുന്നു. കൂടാതെ സോഫ്റ്റ്വെയർസിലും അല്ലെ IPD സോഫ്റ്റ്വെയർസിലും രജിസ്റ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് fill the patient concern form and after telling the purpose and meaning of the form, get it signed by the patient relatives. അല്ലെ എന്താണ് നമ്മളെ കൊണ്ട് എമർജൻസി സിറ്റുവേഷനിലൊക്കെ പേഷ്യന്റിനെ കൊണ്ടുവന്നു അല്ലെങ്കിലോ അഡ്മിഷൻ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട് പേഷ്യന്റിനെ കൊണ്ട് സമ്മതപത്രം ഒപ്പിടിച്ച് വാങ്ങാറുണ്ട് അല്ലെ അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് ഇല്ലേ. അപ്പൊ ആ ഒരു കൺസേൺ ഫോമുകള് പേഷ്യന്റിനെ കൊണ്ട് അവരുടെ റിലേറ്റീവ്സിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുകയും അത് എന്തിനു വേണ്ടിയാണ് അല്ലെ അവർ ആ ഒരു സമ്മതപത്രം എഴുതി വാങ്ങുന്നത് എന്ന് ആ ഒരു പർപ്പസ് ഉദ്ദേശം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് send the file of patient to the corresponding ward where the medical officer has asked the patient to be shifted. അല്ലെ ആ ഒരു പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണോ മാറ്റാൻ എന്ന് ആ ഒരു മെഡിക്കൽ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വാർഡിലേക്ക് പേഷ്യന്റിന്റെ ഫയല് അയക്കുക. ഇപ്പൊ കാർഡിയാക് വാർഡിലാണ് അവർ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ഫയല് കാർഡിയാക് വാർഡിലേക്ക് സെൻഡ് ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ ഓർത്തോ വാർഡിലേക്കാണെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ഫയല് ഓർത്തോ വാർഡിലേക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് confirming that the file of the patient is receiving by the MO of the corresponding ward. ആ ഒരു പേഷ്യന്റിന്റെ ഫയല് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്താൽ മാത്രം മതിയോ? ആ ഒരു കറസ്പോണ്ടിങ് വാർഡിലെ മെഡിക്കൽ ഓഫീസർ ആ ഒരു ഫയല് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണ്ടേ? വെറുതെ ഓങ്കോളജി വാർഡിലേക്ക് കാർഡിയാക് വാർഡിലേക്ക് ഫയൽ അയച്ചിട്ടുണ്ടെന്നാണോ? അല്ല അല്ലെ. അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ആ ഒരു ഫയൽ ആ ഒരു പേഷ്യന്റിന്റെ ഫയല് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? ഇന്നെടുത്ത പോർഷൻ എല്ലാവർക്കും ഓക്കെ ആണോ? ചോദിക്കാട്ടോ. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചോദിക്കാട്ടോ. MO ചോദിക്കാട്ടോ. മെഡിക്കൽ ഓഫീസർ ആണ് MO ചോദിക്കാം. ഓക്കെ. ലാസ്റ്റ് പോയിന്റ് ആണോ? ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമ്മൾ 7th പോയിന്റ് പറഞ്ഞു അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ ഫയൽ എങ്ങോട്ടായിട്ടാണ് ആ ഒരു പേഷ്യന്റിനെ ഏത് വാർഡിലാണ് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ ഒരു മെഡിക്കൽ ഓഫീസർ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വാർഡിലേക്ക് പേഷ്യന്റിന്റെ ഫയല് അയക്കുക. അതൊക്കെയാണോ? ഫയൽ അയച്ചാൽ മാത്രം മതിയോ? ഓരോ വാർഡിലും ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ടാവും അല്ലെ, ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു വാർഡിലെ മെഡിക്കൽ ഓഫീസർ ആ ഒരു പേഷ്യന്റിന്റെ ഫയല് സ്വീകരിച്ചിട്ടുണ്ടോ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. ഓക്കെയാണോ ആര്യ? ഓക്കെ. അപ്പൊ മിസ്സിംഗ് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തീർന്നു കേട്ടോ. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ വാർഡാണ് കേട്ടോ. ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാം ഓക്കെ ആണോ നോക്കിയേ, ക്ലിയർ ആണോ നോക്കിയേ. ആ 8th പോയിന്റില് MO മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മെഡിക്കൽ ഓഫീസർ. ഓക്കെ. ക്ലിയർ ആണോ എല്ലാവർക്കും? മിസ് എടുത്ത സെക്ഷൻ ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പുതിയ ചാപ്റ്റർ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.